ധർമ്മസ്ഥലയിൽ തെരച്ചിൽ തുടരുകയാണ്. 11, 12, 13 3 പോയിന്റുകളിലാണ് ഇന്ന് പരിശോധന നടത്തുന്നത്. തെരച്ചിലിന് ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ വേണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തമാക്കുകയാണ് ആക്ഷൻ കൗൺസിൽ. ഇതുപയോഗിച്ച് സാക്ഷി ചൂണ്ടിക്കാണിച്ച മുഴുവൻ പ്രദേശങ്ങളും പരിശോധിക്കണമെന്നാണ് ആവശ്യം. അന്വേഷണ സംഘത്തിൽ നിന്ന് സാക്ഷിക്ക് ഭീഷണിയുണ്ടെന്ന ആരോപണങ്ങൾക്കിടെയാണ് ആക്ഷൻ കൗൺസിൽ ഈ നിലപാടെടുത്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി KV ബൈജു ചേരുകയാണ്. ബൈജു, 11, 12, 13 പോയിന്റുകളും നിർണായകമാണല്ലോ, കൂടുതൽ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ. പക്ഷേ കഴിഞ്ഞ ദിവസവും പരിശോധന നടത്തിയപ്പോൾ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ സംവിധാനം വേണമെന്നുള്ള ആവശ്യം ഉയർന്നിരിക്കുന്നത്. പക്ഷേ ഇതുവരെ അതിന്റെ സാധ്യത, അതിനുള്ള ഒരു അംഗീകാരം കിട്ടിയിട്ടില്ലല്ലോ. ഇല്ല മഞ്ജുഷേ, അത് സംബന്ധിച്ച ഒരു തീരുമാനം ഇതുവരെ SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പ്രധാനമായും ഇന്ന് 11:30 ശുചീകരണ തൊഴിലാളി ഇവിടെ എത്തിച്ച് പരിശോധന ആരംഭിക്കുന്നത്. അതായത് മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ 11-ാം പോയിന്റും 12-ഉം 13-ഉം വളരെ നിർണായകമാണ്. മാത്രമല്ല സുപ്രധാന തീരുമാനങ്ങളിലേക്ക് ഇനി SITക്ക് കടക്കേണ്ട സമയം കൂടിയാണ് ഇപ്പോൾ ധർമ്മസ്ഥലയിലുള്ളത്. ഈ 3 പോയിന്റുകളുടെ പരിശോധന പൂർത്തിയായാൽ ഇനി തുടരന്വേഷണം എങ്ങനെയായിരിക്കും, അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. പ്രധാനമായും ഈ സ്വകാര്യ വ്യക്തികളുടെ എസ്റ്റേറ്റുകൾ, പറമ്പുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇനി തെരച്ചിൽ നടത്തേണ്ടത്. 14 മുതൽ പോയിന്റുകൾ വരുന്ന അങ്ങനെയാണ്. ആ ഇടങ്ങളിൽ ഇനി എങ്ങനെ പരിശോധന നടത്തും, അത് സംബന്ധിച്ചൊക്കെ തീരുമാനം വരേണ്ടതുണ്ട്. എന്നാലും ഈ 11-ഉം 12-ഉം റോഡിനോട് ചേർന്നുള്ള വനാതിർത്തിയിലാണ്. 13-ാം പോയിന്റ് വളരെ സുപ്രധാനമാണ്. കാരണം അത് ഈ സ്നാനഘട്ടയ്ക്ക് സമീപമാണ്. അവിടെ നിരവധി ആളുകളുടെ മൃതദേഹം കുഴിച്ചിട്ടുണ്ടെന്നാണ് ഈ ഒരു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ. അതുകൊണ്ട് തന്നെ 13-ാം പോയിന്റ് ഒരു പക്ഷേ ഇന്ന് പരിശോധന ഉണ്ടായേക്കാം. അതല്ലെങ്കിൽ നാളെ ആയിരിക്കും 13-ാം പോയിന്റിൽ പരിശോധന നടക്കുക. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ ഒരു പാറ്റേൺ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം, ഒരു ദിവസം 2 പോയിന്റുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. അത് അങ്ങനെയാണെങ്കിൽ ഇന്ന് 11-ഉം 12-ഉം ഇത്തരത്തിൽ മണ്ണ് നീക്കിയുള്ള പരിശോധന ഉണ്ടാകും. 13-ാം പോയിന്റ്, ഏറ്റവും ഒടുവിലായി മാർക്ക് ചെയ്ത 13-ാം പോയിന്റ് നാളെ ആയിരിക്കും ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് സംവിധാനം, അത്തരത്തിലുള്ള റഡാർ കൊണ്ടുവരണമെന്നൊരു ആവശ്യം. അത് തുടക്കത്തിൽ തന്നെ ന്യൂസ് 8 തന്നെയാണ് ഇത്തരത്തിലൊരു ആവശ്യം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരുമെന്ന ഒരു വാർത്ത പുറത്തുവിട്ടത്. ആ ഒരു ആവശ്യം ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി സജീവമാക്കിയിട്ടുണ്ട്. കാരണം പ്രതികൂലമായ കാലാവസ്ഥയാണ്, പ്രതികൂലമായ സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഈ തെരച്ചിലിന് പ്രത്യേകിച്ച് ഇതുവരെ പരിശോധന നടത്തിയ എല്ലാം നേത്രാവതി പുഴയോരത്തും വനമേഖലകളിലുമാണ്. ഇവിടെ ഈ നേത്രാവതി പുഴയൊക്കെ വലിയ തോതിൽ പ്രളയം വന്ന് വെള്ളപ്പൊക്കമുണ്ടായ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ മണ്ണുകൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഒരു പക്ഷേ വലിയ താഴ്ചയിലേക്ക് ഇത്തരത്തിൽ തെരച്ചിൽ നടത്തിയാൽ മാത്രമേ മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടൂ എന്നൊരു അവസ്ഥയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു സംവിധാനം കൊണ്ടുവന്ന് വിശദമായ പരിശോധന നടത്തി അവിടെ കുഴിച്ച് ആ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയിൽ കിട്ടുന്ന സ്ഥലം അവിടെ കുഴിച്ച് പരിശോധന നടത്തണമെന്നൊരു ആവശ്യം വന്നത്. ഇതിൽ SITയുടെ ഭാഗത്തു നിന്നും ഒരു മറുപടി ഇതുവരെ വന്നിട്ടില്ല. ഒരുപക്ഷെ അത്തരം സംവിധാനങ്ങൾ കൊണ്ടുവരാൻ SIT ആലോചിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിനിടയിൽ തന്നെ കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് ധർമ്മസ്ഥലയിൽ നിന്നും കാണാം. ബെൽത്തങ്ങാടിയിലെ ക്യാമ്പ് ഓഫീസറാണ് കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തിയത്. എന്നാലും വളരെ സുപ്രധാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ ഈ തെരച്ചിൽ നടക്കുന്നു എന്ന് വേണം പറയാൻ. ഇനി എന്ത് തീരുമാനം SIT ഇതിൽ എടുക്കുന്നു, മാത്രമല്ല നേരത്തെ ലഭിച്ച 6-ാം പോയിന്റിൽ നിന്നും ഇത്തരത്തിൽ ലഭിച്ച അസ്ഥികൂടത്തിന്റെ ഫോറൻസിക് പരിശോധനാ ഫലവും ഇനി തുടർ പരിശോധനയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഒന്നിൽ കൂടുതൽ ആളുകളെ അവിടെ മൃതദേഹാവശിഷ്ടങ്ങളാണോ ഇവിടെ നിന്ന് ലഭിച്ചത്, അത്തരം കാര്യങ്ങളെല്ലാം അറിയേണ്ടതുണ്ട്. ആ പരിശോധനാ ഫലവും വളരെ വേഗം തന്നെ കിട്ടിയേക്കാം. പ്രാഥമികമായ ഒരു പരിശോധന ഫലം അങ്ങനെ കിട്ടുമെന്നാണ് SIT കരുതുന്നത്. ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, ഇപ്പോൾ ഈ സാക്ഷിയെ മൊഴി മാറ്റുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദം ശക്തമാകുന്നു എന്നുള്ള കാര്യം, അത് SITയിലെ അംഗത്തിനെതിരെ പോലും അങ്ങനെ ഒരു ആരോപണം ഉയർന്നിരുന്നു, മാറ്റേണ്ടി വന്നിരിക്കുകയും ചെയ്തിരുന്നു. ഈ അങ്ങനെയുള്ള കാര്യങ്ങൾ തടസ്സമാകുമോ എന്നുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുന്നില്ലേ? ആക്ഷൻ കൗൺസിലിനും അതുണ്ടല്ലോ. ഇപ്പോൾ ഈ 13-ാമത്തെ പോയിന്റിന്റെ പരിശോധന കഴിഞ്ഞാൽ എല്ലാം അടക്കി തിരിച്ചു പോകുമോ എന്നുള്ള ആശങ്ക പോലും ആക്ഷൻ കൗൺസിലിന് ഇപ്പോഴുണ്ടല്ലോ. തീർച്ചയായും അത് SITയുടെ തീരുമാനം വളരെ നിർണായകമായിരിക്കും. 13-ാം പോയിന്റ് കഴിഞ്ഞാൽ ഇനി തുടർ പരിശോധന ഉണ്ടാകുമോ? അതല്ല, അത് മാത്രമല്ല മഞ്ജുഷ്, ഇതുവരെ ഉണ്ടായ ഈ അന്വേഷണ പുരോഗതി, ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട ഒരു വിവരവും SIT പുറത്തുവിട്ടിട്ടില്ല. അതൊരു പക്ഷേ നാളത്തെ പരിശോധന കൂടി കഴിഞ്ഞാൽ, DGP തലത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്, DGP ആണ് ഇതിൽ മേൽനോട്ടം വഹിക്കുന്നത്, അതിനെ സംബന്ധിച്ച ഒരു വെളിപ്പെടുത്തലും എന്തൊക്കെ വിവരങ്ങൾ ഇവിടെ നിന്നും ലഭിച്ചു, അത്തരം വെളിപ്പെടുത്തലും വളരെ നിർണായകമാണ്. അത് SITയുടെ ഭാഗത്തു നിന്നും ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തെല്ലാം വസ്തുക്കൾ ഇവിടെ നിന്ന് ലഭിച്ചു, എത്രത്തോളം, ഇപ്പോൾ 6-ാമത്തെ പോയിന്റ് തന്നെ ഇതുവരെ SIT അത് സ്ഥിരീകരിച്ചിട്ടില്ല. നമ്മുടെ ദൃശ്യങ്ങൾ, ക്യാമറ കണ്ണുകളിൽ കൃത്യമായി ഇത് പതിഞ്ഞതുകൊണ്ടാണ് അവിടെ നിന്നും ഇത്തരത്തിൽ മനുഷ്യന്റെ അസ്ഥികൂടം ലഭിച്ചു എന്ന വിവരം പുറത്തു വരുന്നത്. ഈ കാര്യത്തിലെല്ലാം SITയുടെ ഒരു ഇതുവരെ ഉണ്ടായ പരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇനി SITയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായി തന്നെ അറിയിക്കാനുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം,
പൂർണ്ണമായും മറച്ചു വെച്ചുകൊണ്ട് ഈ ഒരു സ്ഥലം പുറത്തുനിന്നും കാണാത്ത രീതിയിലാണ് പരിശോധന നടക്കുന്നത്. അത്രത്തോളം രഹസ്യ സ്വഭാവം ഇതിനുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇതുവരെ പരിശോധനയിൽ ലഭിച്ചു, ഇനി കൂടുതൽ ഇത്തരത്തിൽ മനുഷ്യന്റെ അസ്ഥികൂടങ്ങൾ വല്ലതും ഇവിടുന്ന് ലഭിച്ചിട്ടുണ്ടോ, അതൊന്നും ഇതുവരെ വ്യക്തതയില്ല. അതെല്ലാം പുറത്തു വരാനുണ്ട്. ഏതായാലും ധർമ്മസ്ഥല കൂട്ടക്കൊല വെളിപ്പെടുത്തലിൽ വളരെ നിർണായകമായ ഘട്ടം അതിന്റെ മാർക്ക് ചെയ്ത അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഇനി തുടർ തീരുമാനങ്ങൾ എങ്ങനെയായിരിക്കും SIT-യുടേത്? കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരുന്ന സാഹചര്യത്തിൽ ഇനി അന്വേഷണം മുന്നോട്ട് എങ്ങനെയായിരിക്കും? അട്ടിമറി സാധ്യത എപ്പോഴും ഉണ്ട് എന്ന് പറയേണ്ടി വരും. ധർമ്മസ്ഥലയിൽ അത്തരം വിവരങ്ങളാണ് ഓരോ ഘട്ടത്തിലും ധർമ്മസ്ഥലയിൽ നിന്ന് വരുന്നത്. നേരത്തെ മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ ഈ സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയ സംഭവം അത് തന്നെ വലിയ തോതിലുള്ള ഞെട്ടലുണ്ടാക്കിയതാണ്. കാരണം ഇത്രയും വലിയ സുരക്ഷാ സംവിധാനത്തോടുകൂടി ഒരു സാക്ഷിയെ ഇത്തരത്തിൽ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഒരു ഉദ്യോഗസ്ഥൻ ഇത് ഈ രീതിയിൽ കഴിയുന്നു എന്നത് ഒരു ചോദ്യം വരുന്നത്. ഏതായാലും ഇയാൾക്കെതിരെ അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ടും ഉടൻ തന്നെ ഉണ്ടായേക്കും. ശരി, ബൈജുവാണ് വിവരങ്ങൾ നൽകിയത്. ധർമ്മസ്ഥലയിൽ ഇന്നും പരിശോധന തുടരുകയാണ്. 11, 12, 13 ഈ പോയിന്റിലാണ് ഇന്ന് പരിശോധന. 13 പോയിന്റുകൾ വരെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ SIT-യുടെ തീരുമാനം എന്തായിരിക്കും അതും നിർണായകമാവുകയാണ്.